ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചതിനു ശേഷവും അനുവിൻ്റെ PR-നെ കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്യ ഇപ്പോഴും. അനുമോളെ സീസൺ 7 വിന്നറാക്കിയ അനുമോളുടെ PR വിനുവിനും ടീമിനും നന്ദി അറിയിക്കുകയാണ് ശൈത്യ. 16 ലക്ഷം കൊടുത്താലെന്താ, വിന്നറായില്ലേ. 16 ലക്ഷത്തിനുള്ള പണി വിനു എടുത്തിട്ടുണ്ടെന്നും ശൈത്യ പറയുന്നു. അനുമോളുടെയും ശൈത്യയുടെയും PR വിനു തന്നെയായിരുന്നുവെന്നും വിനു ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നും ശൈത്യ പറയുന്നു. ശൈത്യയുടെ ഇൻസ്റ്റഗ്രാം പേജ് റീച്ചാക്കാം, ആളുകളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായി ശൈത്യയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ വിനു വാങ്ങിയിരുന്നു. എന്നിട്ട് അനുമോളെ നല്ലവളായി ചിത്രീകരിക്കുവാൻ വേണ്ടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് തന്നെ നെഗറ്റീവാക്കി ഇട്ടുകൊടുത്തത് വിനു ആണെന്നും ശൈത്യ പറയുന്നു. കട്ടപ്പ, വിഷപ്പാമ്പ് പോലുള്ള പേരുകൾ തനിക്ക് സമ്മാനിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ ഇത്രയും നെഗറ്റീവാക്കി തന്നെ ചിത്രീകരിച്ചത് അനുമോളും അനുമോളുടെ PR-ഉമാണെന്നാണ് ശൈത്യ പറയുന്നത്. PR കളിച്ചും കള്ളവോട്ടുകൾ വാങ്ങിക്കൊടുത്തും അനുമോളെ സീസൺ 7 വിന്നറാക്കിയതിലും തന്നെ നെഗറ്റീവാക്കി എല്ലാവരുടെയും മുന്നിൽ ഇട്ടുകൊടുത്തതിലും PR-നോട് നന്ദി അറിയിക്കുകയാണ് ശൈത്യ ഇപ്പോൾ. PR ഉള്ളതുകൊണ്ടല്ല, ശൈത്യ കാരണമാണ് അനുമോൾ ലാസ്റ്റ് നിമിഷം വിന്നറായത് എന്നും ശൈത്യയും ബിന്നിയും ചേർന്ന് അനുമോളെ അത്രയധികം ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അനുമോൾക്ക് ഇത്രയും വോട്ട് കിട്ടിയതെന്നും PR ടീം തന്നെയാണ് പ്രചരിപ്പിക്കുന്നതെന്നുമാണ് ശൈത്യ പറയുന്നത്. അവസാനം ശൈത്യ മാരാറേയും ചൊറിയുന്നുണ്ട്. മാരാറ് കൊട്ടിയാൽ മാക്രി കരയുമായിരിക്കും, എന്നാൽ ശൈത്യ കരയില്ല എന്നൊരു ഡയലോഗും ശൈത്യ പറയുന്നുണ്ട്.